ഇന്നത്തെ അറിയിപ്പുകൾ. റേഷൻ വിതരണത്തിൽ സുപ്രധാന മാറ്റത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ. അന്ത്യോദയ അന്നയോജന കാർഡുടമകൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നീക്കം. ഏറ്റവും ദരിദ്രരായ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അന്ത്യോദയ അന്നയോജന വഴി നൽകുന്ന ഭക്ഷ്യധാന്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഇതിനായി 2013 ഭക്ഷ്യഭദ്രതാ നിയമ ഭേദഗതി ചെയ്യാനാണ് നീക്കം. മഞ്ഞക്കാർഡുള്ള കുടുംബത്തിൽ ഒരാൾക്കുള്ള ധാന്യം 7 കിലോയായി കുറയ്ക്കാനാണ് നിർദ്ദേശം. നിലവിൽ ഓരോ അന്ത്യോദയ കുടുംബത്തിനും അംഗങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ പ്രതിമാസം 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്ന രീതി മാറും. പകരം ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതം നൽകും. എന്നാൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന പരമാവധി ഭക്ഷ്യധാന്യം 35 കിലോ തന്നെ തുടരും. ചെറിയ അന്ത്യോദയ കുടുംബങ്ങൾക്ക് കൂടുതൽ ആളോഹരി വീതം ലഭിക്കുകയും അംഗങ്ങൾ കൂടുതലുള്ള കുടുംബങ്ങൾക്ക് വിഹിതം കുറയുകയും ചെയ്യുന്ന നിലവിലെ പോരായ്മ ഇല്ലാതാക്കുകയാണ് ഭേദഗതി വഴി ലക്ഷ്യമിടുന്നതെന്ന് സർക്കാർ പറയുന്നു. വ്യക്തികളുടെ പോഷകാഹാര ആവശ്യത്തിനനുസരിച്ച് കൃത്യമായ വിഹിതം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ദേശീയ ഭക്ഷ്യസുരക്ഷാ ഭേദഗതി ബില്ലിന്റെ കരടിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. ജൂലൈ 13 അവസാന തീയതി. അതേസമയം നിയമ ഭേദഗതിയെ എതിർക്കുമെന്ന് പ്രതിപക്ഷ എംപിമാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് എന്നത് പ്രധാനമായും ഒരു രാജ്യാന്തര യാത്രാ രേഖ മാത്രമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 14ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ചാണ് മന്ത്രാലയം ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല. ഇന്ത്യൻ നിയമപ്രകാരം പാസ്പോർട്ട് എന്നത് അന്താരാഷ്ട്ര യാത്രകൾക്കായി സർക്കാർ നൽകുന്ന പ്രാഥമിക യാത്രാരേഖ മാത്രമാണ്. അത് പൗരത്വത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നിയമപരമായി പൗരത്വം തെളിയിക്കുന്ന സമ്പൂർണ്ണ രേഖയല്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. പാസ്പോർട്ട് കൈവശമുള്ളതുകൊണ്ട് മാത്രം ഒരാൾക്ക് പൗരത്വം തെളിയിക്കാനാവില്ലെന്നും പാസ്പോർട്ടിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. സർക്കാർ ആവശ്യപ്പെടുന്ന പക്ഷം അത് തിരികെ നൽകാൻ കൈവശക്കാരൻ ബാധ്യസ്ഥനാണെന്നും അധികൃതർ വ്യക്തമാക്കി. 1955 പൗരത്വ നിയമത്തിലെ 5-6 വകുപ്പുകൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് നൽകുന്ന നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് പൗരത്വ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ പൗരത്വം നേടിയ വിദേശികൾക്കോ ഇന്ത്യൻ വംശജർക്കോ ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജനനം കൊണ്ട് ഇന്ത്യക്കാരായ ഭൂരിഭാഗം പേർക്കും ജനന സർട്ടിഫിക്കറ്റാണ് പൗരത്വം തെളിയിക്കുന്ന അടിസ്ഥാന രേഖ. എന്നാൽ നിയമപരമായ ചില നിബന്ധനകളും ഇതിനുണ്ട്. 1950 ജനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും. 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 3-നും ഇടയിൽ ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റിനൊപ്പം ജനനസമയത്ത് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരനായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖ കൂടി ആവശ്യമാണ്. 2004 ഡിസംബർ 3-ന് ശേഷം ജനിച്ചവർക്ക് മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്ന രേഖയോ ഹാജരാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടത്തിലേക്ക്. പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകളെ വരവേറ്റ് വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായി. കമ്മീഷനിംഗ് കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോൾ 1000 കപ്പലുകൾ തീരത്ത് നങ്കൂരമിട്ടെന്ന ചരിത്ര നേട്ടമാണ് വിഴിഞ്ഞം തുറമുഖം സ്വന്തമാക്കിയത്. ബുധനാഴ്ച വൈകിട്ട് നങ്കൂരമിട്ട MSC ലൂസിയാന എന്ന മദർഷിപ്പിലൂടെയാണ് തുറമുഖം ഈ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് ലൂസിയാനയെ വരവേറ്റത്. 800 മീറ്റർ നീളമുള്ള ബർത്താണ് 1000 കപ്പലുകളെ വരവേറ്റത്. ബർത്തിന്റെ നീളം 2028-ൽ 1200 മീറ്റർ കൂടി കൂട്ടുകയാണ് 2ാം ഘട്ട വികസനത്തിൽ ലക്ഷ്യമിടുന്നത്. ഇതിൽ 400 മീറ്റർ ഈ വർഷം പൂർത്തിയാക്കും. 2024 ജൂലൈ 18-ാം തീയതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ ബർത്ത് ചെയ്യുന്നത്. അവിടെ നിന്ന് ദ്രുതഗതിയിലായിരുന്നു വിഴിഞ്ഞത്തിന്റെ വളർച്ച. ഇതുവരെ 20 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്ക് സമീപമുള്ള തുറമുഖത്തിന്റെ തന്ത്രപരമായ സ്ഥാനം ആഗോള മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വളർത്താൻ സഹായിച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.